ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ സ്മോൾ ലെറ്റേഴ്സ് പഠിച്ചു ഇംഗ്ലീഷിൽ നമുക്ക് നോക്കാം. ഏത് പഠിച്ചു? എ. പിന്നീട് ഏതാ പഠിച്ചേ? ബി. ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് പഠിച്ചു? സി. എ, ബി, സി. കൂട്ടുകാരൊക്കെ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇംഗ്ലീഷ് സ്മോൾ ലെറ്റർ ഡി. ഏതാ ഇന്ന് പഠിക്കുന്നേ? ഡി. ഡി എങ്ങനെയാ എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചു നോക്കിയാട്ടെ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഏതാ പഠിച്ചേ? സി അല്ലേ പഠിച്ചത്. നമുക്ക് ഡി എങ്ങനെ എഴുതാം? നമ്മൾ സി എഴുതിയതുപോലെ എങ്ങനെ എഴുതി? മുകളിൽ നിന്ന് നമ്മൾ താഴെ വളച്ച് കർവ് പോലെ എഴുതി അല്ലേ? സി. നമുക്ക് സിക്ക് എന്ത് കൊടുക്കാം? സിക്ക് ഇതാ ഇവിടുന്ന് എന്ത് ചെയ്യാ? സിക്ക് നമുക്ക് മുകളിലോട്ട് പോയി എന്തോ ചെയ്യാ? വീണ്ടും നമുക്ക് എന്ത് ചെയ്യാ? താഴത്തോട്ട് വന്ന് വളഞ്ഞു കൊടുക്കാം. ഒരു വാല് പോലെ അല്ലേ? എന്തായി? ഡി. സ്മോൾ ലെറ്റർ ഡി. എങ്ങനെ എഴുതും? നമ്മൾ എന്തോ ചെയ്യണം? കർവ്. സി പഠിച്ചില്ലേ? സി എഴുതി കൊടുക്കാം. സീന് എന്ത് ചെയ്യണം നമ്മളെ? സി ഇവിടുന്ന് കൈവിടാതെ പെൻസിൽ എടുക്കാതെ വളഞ്ഞ് നമ്മൾ എന്തോ ചെയ്യണോ? മുകളിലോട്ട് പോയി അതേ വരയിൽ എന്തോ ചെയ്യണം? താഴത്തോട്ട് വന്ന് വളഞ്ഞു കൊടുക്കാം. എന്തോ ആയി? ഡി. ഒന്നുകൂടി ശ്രദ്ധിച്ചേ. നമ്മൾ ആദ്യം കർവ് സി എഴുതി കൊടുക്കാം. എന്നിട്ട് എന്തോ ചെയ്യണം? ഇവിടുന്ന് കാണുന്നുണ്ടോ? ഇവിടുന്ന് കൈവിടാതെ മുകളിലോട്ട് വരച്ച് സിക്ക് നമുക്കൊരു വടി വെച്ച് കൊടുക്കാം അല്ലെ? വീഴാതിരിക്കാൻ അങ്ങനെ പഠിക്കാം അല്ലെ? ഓക്കെ, ഓർത്തു വെക്കണം. എന്നിട്ട് ആ വടി എന്തോ ചെയ്തു? അതേപോലെ താഴത്തോട്ട് നമ്മൾ എന്തോ ചെയ്തു? വളഞ്ഞു വെച്ചു കൊടുത്തു അല്ലേ? സിക്ക് എന്തോ ആയി? ഡി. സ്മോൾ ലെറ്റർ ഡി. ഒന്നുകൂടി ശ്രദ്ധിച്ചേ. നമ്മൾ ആദ്യം എന്തോ ചെയ്തു? സി എഴുതി അല്ലേ? എങ്ങനെ എഴുതി? ഇവിടുന്ന് തുടങ്ങി കർവ് പോലെ കാണുന്നുണ്ടോ? എന്നിട്ട് എന്തോ ചെയ്തു നമ്മളെ? സിക്ക് ഇവിടുന്ന് തുടങ്ങി മുകളിൽ നിന്ന് മുട്ടണം. ഇവിടുന്ന് എന്തോ ചെയ്തു? ഇവിടുന്ന് ഇതാ സീനെ ഇങ്ങനെ താങ്ങി നിർത്താൻ ഒരു വടി വെച്ചു കൊടുത്തു. മുകളിൽ പോയി ആ വടി എന്തോ ചെയ്തു? വീണ്ടും ഇതാ താഴത്തോട്ട് വന്ന് ഇവിടെ വളഞ്ഞു നിന്നു. സ്മോൾ ലെറ്റർ ഡി. എന്തോ ചെയ്തു നമ്മൾ ആദ്യം? സി എഴുതി. സീന് എന്ത് ചെയ്തു? നമുക്ക് താങ്ങി നിർത്തണ്ടേ? അപ്പൊ ഒരു വടി വെച്ചു കൊടുക്കാം അല്ലെ? വടി എന്തോ ചെയ്യണം? സീന് ഇതാ ഇവിടുന്ന് തുടങ്ങി അതേ മുകളിൽ പോയി അതേ വടി എന്തോ ചെയ്തു? അതേ ഇതിൽ താഴത്തോട്ട് വന്നു വളഞ്ഞു നിന്നു. സ്മോൾ ലെറ്റർ ഡി ഐ അല്ലേ? എങ്ങനെ എഴുതി? നമ്മൾ ആദ്യം സി എഴുതി കൊടുത്തു. എന്നിട്ട് എന്തോ ചെയ്തു? അതിനെ ഇതിന്ന് തന്നെ ഇവിടുന്ന് മുകളിലോട്ട് പോയി അതേപോലെ ഇവിടുന്ന് അതേ ലൈനിൽ താഴത്തോട്ട് വന്നു വളഞ്ഞു. സ്മോൾ ലെറ്റർ ഡി. മനസ്സിലായോ? ശ്രദ്ധിച്ചു നോക്കി ഒന്നും കൂടിയും. എന്തോ ചെയ്തു നമ്മൾ ആദ്യം? സി എഴുതി. സിക്ക് എന്തോ ചെയ്തു നമ്മള്? സീനെ താങ്ങി നിർത്താൻ നമ്മൾ എന്തോ ചെയ്തു? ഇവിടെ ഒന്ന് പോയി താഴത്തോട്ട് വന്നു അല്ലെ? എന്ത് വെച്ചു കൊടുത്തു? വടി വളച്ച് വെച്ചു കൊടുത്തു. എന്തോ ആയി? സ്മോൾ ലെറ്റർ ഡി. ഒന്നുകൂടി നോക്കിയേ. സി എഴുതി. സിക്ക് എന്ത് ചെയ്തു? നമ്മൾ മുകളിലോട്ട് പോയി താഴത്തോട്ടൊരു അതേ ലൈനിൽ തന്നെ വരണം. വളഞ്ഞൊരു വടി വെച്ചു കൊടുത്തു. സി വീഴാതിരിക്കാൻ. എന്തോ ആയി? സ്മോൾ ലെറ്റർ ഡി. മനസ്സിലായോ എഴുതാൻ വേണ്ടിയിട്ട്? ഇനി കൈവിടാതെ ഒന്ന് എഴുതി നോക്കാം. ശ്രദ്ധിച്ചു നോക്കി എങ്ങനെ എഴുതണം. ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് ഇവിടത്തോട്ട് പോയി അതേ ലൈനിൽ താഴത്തോട്ട് വന്ന് വളഞ്ഞു കൊടുക്കുക. സ്മോൾ ലെറ്റർ ഡി.
ബുക്ക് എടുത്ത് ഒന്ന് എഴുതി നോക്കിയേ. അതെന്ത് ചെയ്യണം? ലാസ്റ്റ് ക്ലാസ് പഠിച്ച സി എഴുതാം. എന്നിട്ട് എന്താ ചെയ്യണം? ഇതാ ഇവിടുന്ന് അവിടുത്തെ ഇവിടെ മുട്ടണം, ഇങ്ങനെ വന്ന് താഴത്തോട്ട് എഴുതി വളഞ്ഞു കൊടുക്കാം. സിക്ക് നിർത്താൻ നമ്മളൊരു വടി വളച്ച് വെച്ചു കൊടുത്തു. എന്തോ ആയി? സ്മോൾ ലെറ്റർ ഡി ആയി. കൈവിടാതെ എഴുതണം. ഇങ്ങനെ വന്ന് ഇവിടുന്ന് വളഞ്ഞ് താഴത്തോട്ട് വന്നു ഡി. ഇങ്ങനെ സി എഴുതി അത് അവിടുന്ന് ജോയിൻ ആവണം. എന്നിട്ട് വടി മുകളിലോട്ട് വരച്ചു കൊടുക്കുക. അതേ ലൈനിൽ താഴത്തോട്ട് വെച്ച് വളഞ്ഞു കൊടുക്കുക. സ്മോൾ ലെറ്റർ ഡി എഴുതാൻ പറ്റുന്നുണ്ടോ? ഇവിടുന്ന് വിടാതെ എഴുതണം പെൻസില്. അതേ ലൈനിൽ താഴത്തോട്ട്. സ്മോൾ ലെറ്റർ ഡി. എന്തോ? സ്മോൾ ലെറ്റർ ഡി. എന്തായിരുന്നു പഠിച്ചത്? സ്മോൾ ലെറ്റർ ഡി.